5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ വിസയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണുള്ളത്. ഇപ്പോൾ ഷെങ്കൻ വിസ എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു വിസയുടെ പേരാണത്, ഷെങ്കൻ വിസ. യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത 29 യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ 90 ദിവസം പോയി പഠിക്കുവാനോ ചികിത്സയ്ക്കും വിനോദയാത്രയ്ക്കും സന്നദ്ധ സേവനത്തിനൊക്കെ പോകാൻ പറ്റുന്നൊരു വിസയാണ്. അത് കുറച്ചൊരു ഫ്രീ എന്ന് പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു വിസയാണ്, അത്ര റെസ്ട്രിക്ഷൻ ഇല്ലാത്ത വിസയാണ്. ഇതിൽ ഇന്ത്യക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. ലോകത്ത് എല്ലാവർക്കും ഉണ്ടായി, പക്ഷേ ഇന്ത്യക്കും വലിയ പ്രതിസന്ധി ഉണ്ടായി. 2024 മാത്രം 136 കോടി രൂപയാണ് ഭാരതീയർക്ക് നഷ്ടപ്പെട്ടത്. ഒരാളിന് 85 യൂറോ വെച്ച് 8,270 രൂപ എന്നോ 10,000 രൂപയ്ക്ക് താഴെയുള്ളത് വെച്ചിട്ടാണെങ്കിലും ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെട്ടു. 11,80,000 പേരുടെ ആണ് വിസയ്ക്ക് അപേക്ഷിച്ചത് ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ. 9,36,748 പേർക്ക് അവർ വിസ അനുവദിച്ചോളൂ. അതിൽ പല പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ഒഴിവാക്കുന്നത്. വിസയുടെ ആധാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഈ മെഡിക്കലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വിസ നിഷേധിക്കുന്നത്. 1,65,266 അപേക്ഷകളാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ളവരെ തന്നെ അവർ നിഷേധിച്ചത്. ഏകദേശം 136 കോടി രൂപയുടെ നഷ്ടം അതുണ്ടായി. ഒക്കെ ഞാൻ സൂചിപ്പിച്ചു. ഗ്ലോബലായി കണക്കാക്കി കഴിഞ്ഞാൽ ആഗോള വിവിധ രാജ്യങ്ങൾ എടുത്താൽ 17 ലക്ഷം അപേക്ഷകളാണ് ഇങ്ങനെ ഷെങ്കൻ വിസയിൽ കൊടുക്കേണ്ട രാജ്യങ്ങൾ നിഷേധിച്ചത്. ഏകദേശം 1,410 കോടി രൂപയുടെ നഷ്ടം അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അൾജീരിയ, തുർക്കി, ഇന്ത്യ ഈ 3 രാജ്യങ്ങളിലുള്ളവർക്കാണ് കൂടുതൽ നഷ്ടമുണ്ടായത്. 31,314,014 രൂപയുടെ വിസകൾ ഫ്രാൻസ് നിരസിച്ചു. അല്ല, അത്ര എണ്ണം വിസ ഫ്രാൻസ് നിരസിച്ചു. ഏകദേശം 25.8 കോടി രൂപയുടെ നഷ്ടമാണ് അതിലൂടെ ആളുകൾക്കുണ്ടായിട്ടുള്ളത്. അതുപോലെ സ്വിറ്റ്സർലൻഡ് ആളുകൾ ധാരാളം പോകുന്ന പഠനത്തിനും മറ്റു കാര്യങ്ങൾക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. അവിടെ ഏകദേശം 26,126 അപേക്ഷ അവർ ലോകത്തിലെ ഗ്ലോബലായിട്ടുള്ള ആളുകളുടേത് നിരസിച്ചു. ഏകദേശം 21.6 കോടി രൂപ അതിൽ അവർക്കല്ല വിവിധ ആളുകൾക്ക് നഷ്ടമുണ്ടായി. ജർമ്മനി 1,50,806 അപേക്ഷകൾ നിരസിച്ചു. ഒരു 13 കോടി രൂപ ആളുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. സ്പെയിൻ 1,05,150 വിസകൾ നിഷേധിച്ചു. ഏകദേശം 12,000 വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് നഷ്ടമായി. ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, കൊച്ചു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഷെങ്കൻ വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അവർക്ക് അവിടെ ആളുകൾ പോകാത്തതുകൊണ്ട്, കുറച്ച് പോകുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടില്ല. രേഖകളിലെ കുറവ്, ഞാൻ പറഞ്ഞു, പല രേഖകളിലെ കുറവ്, ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആധാറുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ പാസ്പോർട്ടിന്റെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ്. പക്ഷെ എന്തായാലും ഷെങ്കൻ വിസ ഈ പ്രാവശ്യം 2024-25 വർഷത്തിൽ ഒരുപാട് ആളുകൾക്കാണ് കിട്ടാതെ വന്നത്. അവരുടെ ഒരുപാട് മോഹങ്ങളാണ് പൊലിഞ്ഞത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമാണ് യുകെയുടെ ഇമിഗ്രേഷൻ പോളിസി അവർ മാറ്റം വരുത്തി. ആ രാജ്യത്തേക്ക് ആളുകൾ വരുന്നതിന് വേണ്ടി, ഓരോ രാജ്യത്തെയും ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോളിസിയാണ് ഇമിഗ്രേഷൻ. കയറി പോകുന്നതിനുള്ള പോളിസിയാണ് ഇമിഗ്രേഷൻ പോളിസിയിൽ വലിയ മാറ്റം വരുത്തി. അവർ ഡിപ്പെൻഡൻസ് വിസ കൊടുക്കുന്നതിലൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതുപോലെ തന്നെ പോസ്റ്റ് ജോബ് വിസ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പഠനം കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ജോബ് വിസ കിട്ടുന്ന ഒരു രീതിയുണ്ട്, അങ്ങോട്ട് കൺവെർട്ട് ചെയ്യാം. ഈ കൺവെർഷൻ അവർ നിയന്ത്രണം വരുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ ഏകദേശം 58,000 പേരാണ് യുകെയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് വിട്ടുപോയത്. ഒരു ഹോം ഓഫീസിന്റെ അവിടുത്തെ നിയമപ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. സ്റ്റുഡന്റ് വിസ ഒരിക്കലും ജോബ് വിസയായി കൺവെർട്ട് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ 2023 2,70,000 പേർക്കിടാണ് ഇതുപോലെ വിസ നിഷേധിക്കപ്പെട്ടത്. 24 1,56,000 പേരുടെ മാത്രമായത് കുറഞ്ഞു, വിസ കുറഞ്ഞു. ലോക്കൽ ഡോക്ടർമാർ, അതുപോലെ തന്നെ അവിടെ പഠിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് അവർ മുൻതൂക്കം കൊടുക്കാൻ തീരുമാനിച്ചു. ലോക്കൽ ഡോക്ടർമാർക്ക്, അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന ഡോക്ടർമാർക്ക് അവിടെ സാധ്യതയില്ല എന്ന് അവിടുത്തെ ലേബർ നിയമത്തിലൂടെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ നിയമങ്ങൾ യുകെയിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് സിറിയയിൽ നിന്ന് പോയെന്നുള്ള ആളുകൾക്ക് 70,000 പേർക്കാണ് അതിനകത്ത് പ്രശ്നം പറ്റിയത്. അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് യുകെയിലേക്ക് പോകുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. ഇതിനേക്കാളൊക്കെ വളരെ ഭീകരമായ വാർത്തയാണ് നമ്മളെ ട്രംപ് ഉണ്ടാക്കി വെച്ചത്. ട്രംപ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള $10 കോടി ഗവേഷണ കരാറാണ് റദ്ദാക്കിയത്. അതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് വിസകൾ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഒരു യൂണിവേഴ്സിറ്റികളിലെയും സ്റ്റുഡന്റ് വിസ അത്ര ഈസി ആയിട്ട് കൊടുക്കണ്ട, സ്റ്റുഡന്റ് വിസയിൽ വലിയ നിയന്ത്രണവും ട്രംപ് ഏർപ്പെടുത്തി. അപ്പൊ ലോക രാജ്യങ്ങളിലാകെ തന്നെ നമ്മുടെ കുട്ടികൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയി, ജർമ്മനി, UK, ഈ ഷെങ്കൻ വിസ ഉപയോഗിച്ച് പോകുന്ന രാജ്യങ്ങൾ, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ തുടങ്ങിയ അൾജീരിയ, അർമേനിയ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളാണുള്ളത്. പക്ഷേ
ആ കുട്ടികൾക്കെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടായി. ഇനി പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നം മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ അവരവിടെ ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്യും. ജോബ് വിസയും കൊടുക്കാത്ത രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റി. ലോക്കൽ UAE കുറെ നിയമങ്ങൾ മാറ്റി. ലോക്കൽ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ജോലി കൊടുക്കണ്ട, അത് ജോലിയുമായി ബന്ധപ്പെടുത്തിയിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് UAE ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചാടാൻ നിൽക്കുന്നവർ, പോകാൻ നിൽക്കുന്നവർ വളരെ സൂക്ഷിക്കണം. UK അതുപോലെ ഈ ഷെങ്കൻ വിസ ഉപയോഗിച്ച് പോകുന്ന രാജ്യങ്ങളിലായാലും അമേരിക്കയിലായാലും പഴയതുപോലെ ഈസി ആയിട്ട് പോയി സുഖമായി പഠിച്ച് സുഖമായി നല്ല ജോലി ചെയ്ത് വരാം എന്ന് കരുതരുത്. കാരണം അത്രമാത്രം ഗുരുതരമായ വലിയ കാര്യങ്ങൾ, പ്രതിസന്ധികളാണ് ഈ രാജ്യങ്ങൾ. അവിടെ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അവിടുത്തെ ലോക്കൽ ആളുകൾക്ക്, അവിടുത്തെ ആ രാജ്യത്തിലെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർക്ക് വിസയിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. യൂണിവേഴ്സിറ്റികളുടെ തുക അവർ കട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ വലിയ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും UK ഷെങ്കൻ രാജ്യം, വിസ കൊടുക്കുന്ന രാജ്യങ്ങളിലേക്കായാലും അമേരിക്കയിലേക്കായാലും ഒന്നുകൂടി ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ രാജ്യത്തും കേരളത്തിലും ആയിരക്കണക്കിന് സ്ഥാപനങ്ങളാണ് ഇതുപോലെ പ്രവർത്തിക്കുന്നത്. ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാനും വിസ എടുക്കാനും ഒക്കെ ഉള്ള സഹായം ചെയ്തു തരാമെന്ന്. അതുകൊണ്ട് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ പോകാവൂ. അല്ലാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ട്രാപ്പിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്ന് പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ജോബിന് വേണ്ടി പോവുക എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജോബിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിൽ വലിയൊരു പ്രതിസന്ധിയാണ് വന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ, നമ്മുടെ മുതിർന്നവരുമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നു കളയാം എന്ന് വിചാരിക്കേണ്ടത്. വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ധാരാളം ആളുകളെ അയച്ചിട്ടുള്ള നല്ല ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങൾ വഴി വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവിടെ പോയാലും ഈ പറഞ്ഞ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനാവശ്യമായ തയ്യാറെടുപ്പ്. കാരണം നമ്മൾ ഓരോ വർഷം എടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ IELTS ഒക്കെ പോയി പഠിച്ച് ഉടൻ തന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഭാഷയൊക്കെ പഠിച്ച് വലിയ തയ്യാറായി വരുമ്പോഴാണ് ഈ നിയമങ്ങളൊന്നും അറിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. എല്ലാവരും ഈ നിയമങ്ങൾ പഠിച്ചിരിക്കുക, കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടുതലായി സുഭാഷിതം വീഡിയോയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.